ഹായ് മക്കളെ, നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ 2 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റും ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിൻറ്റും. ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിൻറ്റ് നമ്മളിപ്പം പറയും. മറ്റൊന്ന് ഡിപ്രഷൻ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറും എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റും. ഈ 2 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഫ്രീസിങ് പോയിൻ്റ് ആണ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ സ്റ്റഡിങ് വാട്ട്സ് മെൻ ബൈ ഫ്രീസിങ് പോയിൻറ്റ്. എന്താ ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഫ്രീസ് ചെയ്യുക അല്ലെങ്കിൽ മെൽറ്റ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. എന്താണ്, സോളിഡ് ലിക്വിഡായി മാറുന്ന ആ ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഫ്രീസിങ് ടെമ്പറേച്ചർ, ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറയാം. സോ ഫ്രീസിങ് പോയിൻ്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് there exists an equilibrium between its liquid and solid form so that the vapor pressure of these two phases are equal. അപ്പം വേപ്പർ പ്രഷർ, സോളിഡിൻ്റെ വേപ്പർ പ്രഷറും ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറും ഈക്വലായിട്ട് വരും ഈ ഒരു ഫ്രീസിങ് പോയിൻറ്റിൽ. ഓക്കെ, നമ്മൾ കണ്ടല്ലോ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. നമ്മളൊരു ഡൈല്യൂട്ട് സൊല്യൂഷൻ്റെ കേസിൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറാണ്. എന്താ അതിൻ്റെ കാരണം, നമ്മളൊരു വോളറ്റൈൽ ലിക്വിഡ് എടുക്കുന്നു, സോൾവെൻ്റ് എടുക്കുന്നു. ആ സോൾവെൻറ്റിൽ നമ്മൾ സൊല്യൂട്ടായിട്ട് ആഡ് ചെയ്യുന്നത് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന കേസിൽ വെറും സോൾവെൻറ്റ് മാത്രം ഉണ്ടായിരുന്നപ്പം അതിനൊരു വേപ്പർ പ്രഷർ ഉണ്ടാവും. സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെ വേപ്പർ പ്രഷർ എന്ത് ചെയ്യും, കുറയും. വേപ്പർ പ്രഷർ കുറയുമ്പം എന്താ മനസ്സിൽ സംഭവിക്കുക, സ്വാഭാവികമായിട്ടും വേപ്പർ പ്രഷർ കുറയുമ്പം അതിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് എന്ത് ചെയ്യും, വീണ്ടും കുറയും. അതായത് ഫ്രീസിങ് പോയിൻ്റ് ഇപ്പം ഫ്രീസ് ചെയ്യേണ്ടത് 0-ലായിരിക്കാം. ഫ്രീസിങ് പോയിൻ്റ് കുറവാന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യും, ലോവറിങ് ഓഫ് ഫ്രീസിങ് പോയിൻ്റ് വീണ്ടും അതിൻ്റെ അത് കുറയും. ഓക്കെ, അപ്പം ഇതാണ് എന്തെന്ന് പറയുന്ന അടുത്ത. അപ്പം ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഡയറക്റ്റ് കോൺസിക്വൻസ് ഓഫ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ തന്നെയാണ്. ഓക്കെ, അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതിനെപ്പറ്റി സ്റ്റഡി നടത്താൻ വേണ്ടി നമ്മൾ വേപ്പർ പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പം നമുക്ക് സോൾവെൻറ്റിൻ്റെ ഗ്രാഫാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, ദിസ് വൺ ഫോർ സോൾവെൻറ്റ്. ഈ എ എന്ന് പറഞ്ഞു പോയിട്ടുള്ള ഈ ഒരു ഗ്രാഫാണ് സോൾവെൻറ്റിൻ്റെത്. ഇത് സോൾവെൻറ്റിൻ്റെയാണ്. പ്യുവർ സൊല്യൂട്ട്, അതായത് സോളിഡ് സോൾവെൻറ്റ്, നമ്മൾ സോളിഡായിട്ട് നമ്മൾ എടുത്ത സൊല്യൂട്ട് അതിൻ്റെ മോളിക്യൂളിൻ്റെ മെൽറ്റ് ചെയ്യുന്ന പോയിൻറ്റ് എ ആണ് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രീസിങ് പോയിൻറ്റ് എ ആണ്. എയിലെത്തുമ്പം അത് ഫ്രീസ് ചെയ്യും, ദെൻ അത് പ്യുവർ സോളിഡ് സോൾവെൻ്റായിട്ട് മാറും. നമ്മുടെ സൊല്യൂഷൻ്റെ കേസിൽ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ ടെമ്പറേച്ചർ കർവ് ഇങ്ങനെയാണ് വരുന്നത്. ഈ സൊല്യൂഷൻ്റെ പോയിൻ്റ് മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്, ബി എന്ന് പറയുന്ന പോയിൻറ്റിലാണ് സൊല്യൂഷൻ്റെ ഇത് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സൊല്യൂഷൻ്റെ ടെമ്പറേച്ചർ, അതായത് അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോൾവെൻറ്റിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് T°C. പ്യുവർ സോളിഡിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, ഏത് ടെമ്പറേച്ചറാണ്, T0-ലാണ്. എന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചത്, പ്യുവർ സോൾവെൻറ്റ് മെൽറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്യുവർ സോൾവെൻറ്റ് മെൽറ്റ് ചെയ്യേണ്ടിരുന്നത് ഈ ഒരു പറഞ്ഞ T0 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിലായിരുന്നു. ഈ ടെമ്പറേച്ചറിലായിരുന്നു, ഹയർ ടെമ്പറേച്ചർ 0°-ലായിരുന്നു. എന്നാൽ ഇത് മെൽറ്റ് ചെയ്യുന്നത് ഈ പിന്നെ സൊല്യൂഷനായി കഴിയുമ്പം കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കാരണം, ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിൻ്റ് എന്നുള്ള കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കാരണം ഇതെവിടെയാണ് മെൽറ്റ് ചെയ്യുന്നത്, -4, -3°-ലാണ്. 0-ലെ അതിനേക്കാൾ താഴ്ന്ന ടെമ്പറേച്ചറിലാണ് അത് മെൽറ്റ് ചെയ്യുന്നത് സൊല്യൂഷൻ. ഓക്കെ, സോ ഇതാണ് എന്ത് പറയുന്നത്, ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 കർവ് നമുക്ക് കാണാം. ഈ കർവിനകത്ത് സൊല്യൂഷൻ എന്ന് പറയുന്ന കർവ് ഇറ്റ് ഈസ് ഓൾവേസ് ലൈസ് ബിലോ ദ സോൾവെൻറ്റ് കർവ്. സോൾവെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കർവിന് ഏറ്റവും താഴെയാണ് സൊല്യൂഷൻ എന്നുള്ള കർവ് കാണുന്നത്. ഈ ടെമ്പറേച്ചർ T0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എ എന്ന് പറഞ്ഞ പോയിൻറ്റ് വെയർ ദ വേപ്പർ പ്രഷർ കർവ് ഓഫ് ദിസ് ലിക്വിഡ് സോൾവെൻറ്റ് ആൻഡ് ദ സോളിഡ് സോൾവെൻറ്റ് മീറ്റ് ഇൻ ദിസ് ഫ്രീസിങ് പോയിൻറ്റ് ഓഫ് ദ പ്യുവർ സോൾവെൻറ്റ്. ഫ്രീസിങ് പോയിൻറ്റ് എ ഈസ് ദ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ എ ഈസ് ദ ഫ്രീസിങ് പോയിൻറ്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ് ആൻഡ് ടി ഈസ് കറസ്പോണ്ട്സ് ടു point B is the freezing point of solution. This is freezing point of your solvent and this is freezing point of solution. Okay, and particular temperature T0 and T respectively.
ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഫ്രീസിങ് പോയിൻ്റ് T ഓഫ് എ സൊല്യൂഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഫ്രീസിങ് പോയിൻ്റ് ഓഫ് എ സൊല്യൂഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡിസോൾവിങ് എ നോൺ വോളറ്റൈൽ dissolving a non-volatile solute in a volatile solvent is lower than the freezing point of the pure solvent. അപ്പോൾ നമുക്ക് പറയാം ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻറ്റ് നമുക്ക് എഴുതാൻ പറ്റും. ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻറ്റ് ദാറ്റ് ഈസ് ഡെൽറ്റ ടി എഫ് ഈസ് റെപ്രസെൻറ്റ് ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻറ്റ് ഇസ് ഈക്വൽ ടു T0 minus T. So for a dilute solution, the delta TF is the depression in freezing point is proportional to, for a dilute solution, depression in freezing point is proportional to lowering vapor pressure, which in turn lowering vapor pressure and which is proportional to mole fraction of solute, that is X2. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഡെറിവേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പം ഇതിനെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഇൻറ്റു മോൾ ഫ്രാക്ഷൻ. ആ മോൾ ഫ്രാക്ഷൻ്റെ കേസിൽ നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് എന്നാണ് സൊല്യൂട്ട് N2 എന്ന് പറയുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് ദ സോൾവെൻറ്റ്. N2 എന്ന് പറഞ്ഞാൽ W2 ഡിവൈഡഡ് ബൈ M2 മോളിക്കുലർ മാസ് ഓഫ് ദ സോൾവെൻറ്റ്. ദെൻ നമുക്ക് ഇതിനകത്ത് മോൾ ഫ്രാക്ഷൻ X2 സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ N2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2. നമുക്കറിയാം ഒരു സോൾവെൻറ്റിൻ്റെ കേസിൽ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, വളരെ വളരെ നെഗ്ലജിബിളി ലെസ് ആയിരിക്കും വെൻ കമ്പയർഡ് ടു N1. സോ N1 പ്ലസ് N2 എന്ന് പറഞ്ഞ ടൈം എന്തായിട്ട് മാറും, N1 തന്നെയായിട്ട് മാറും. അപ്പോൾ നമുക്ക് എഴുതാം അപ്രോക്സിമേറ്റ്ലി മോൾ ഫ്രാക്ഷൻ X2 ഇസ് ഈക്വൽ ടു N2 ബൈ N1 എന്ന് എഴുതാം. സോ വി ആർ ഡിവൈഡിങ് ദീസ് വാല്യൂ N2 ഫോർ ദിസ് വാല്യൂ ആൻഡ് N1 ഫോർ ദിസ് വാല്യൂ ആൻഡ് വി വിൽ ഗെറ്റ് X2 ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. X2 ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും മക്കളെ, N2 ബൈ W1 ബൈ M1. നമുക്ക് എന്ത് കിട്ടും, N2 ബൈ N1 എന്നാണ് വരിക. അപ്പോൾ N2 ബൈ N1ന് W1 ബൈ M1 എന്ന് എഴുതാം. സോ നമുക്കതിനകത്ത് M1 ഇൻറ്റു ബൈ M1 ആയതുകൊണ്ട് M1 N2 ഡിവൈഡഡ് ബൈ W1 എന്ന് എഴുതാം. ഓക്കെ, M1 M2 divided by W1. So X2 is equal to നമുക്ക് M1 N2 divided by W1. Here we are multiplied and divided by 1000. അങ്ങനെ വരുമ്പം വിലയ്ക്ക് കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും വരില്ല. നമുക്കറിയാം N2 ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വെയ്റ്റ് ഇൻറ്റു 1000 എന്ന് പറഞ്ഞാൽ എന്താണ്, മൊളാലിറ്റിയാണ്. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ സോൾവെൻറ്റ്, 1000 ml ഓഫ് സോൾവെൻറ്റ്. അപ്പം ഇങ്ങനെ ഉള്ള ഒരു ഇതിനെ നമ്മൾ മൊളാലിറ്റി എന്നാണ് പറയുക. സോ ആ ഒരു ടൈമിൽ നമുക്ക് മൊളാലിറ്റി എന്ന് എഴുതാം. N2 ബൈ W1 ഇൻറ്റു 1000 ഈസ് കോൾഡ് മൊളാലിറ്റി. സ്മോൾ ടേം നമ്മൾ അങ്ങനെയാണ് സൂചിപ്പിക്കുക. അപ്പോൾ നമുക്ക് X2 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, ഈ ഒരു ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം, X2 ഇസ് ഈക്വൽ ടു M1 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു മൊളാലിറ്റി എന്ന് എഴുതാം. ഓക്കെ, സോ ഡെൽറ്റ ടി എഫ് എന്ത് വരും, ഡെൽറ്റ ടി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻ്റ് അല്ലെങ്കിൽ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻ്റ് ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ദാറ്റ് ഈസ് X2. ആ X2ന് പകരം നമ്മൾ എഴുതുന്നത് M1 ബൈ 1000 ഇൻറ്റു സ്മോൾ ലെറ്റർ m, വേർ K ഈസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. ഹിയർ K ഈസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. അപ്പം M1 for a particular case, if M1 is a constant, 1000 is another constant. So we can written as delta TF is equal to a constant F into molality. Okay, here that constant is called what, molal depression constant, where Kf is called molal depression constant. Sometimes we call it as cryoscopic constant. നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്, ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻ്റ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ KF എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ KF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് KF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K ഇൻറ്റു
കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു m1 ഡിവൈഡഡ് ബൈ 1000 ആണ് അല്ലേ. For a thermodynamic consideration, it can be shows that the molar depression constant Kf of the solvent is given by molar depression constant Kf is equal to RT0 square m1 divided by delta H fusion. ഇതാണ് തെർമോഡൈനാമിക് കൺസേണിൽ മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് കെ എഫ് എന്ന് പറഞ്ഞാൽ ഇതാണ്. വേർ ആർ ഈസ് എന്താണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, T0 is the temperature and m1 is the T0 is the freezing point and m1 is the molar heat of fusion of the solvent. Okay, so ഇതാണ് എന്തെന്ന് പറയുന്നത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് ഇതിനകത്തുള്ളത് ഒരുപാട് ക്വസ്റ്റ്യൻസാണ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് ഭാഗം ഓസ്മോസിസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം.